ഫിലിം ഗാരേജിന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും ഏറ്റവും പുതിയ ടർബോ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ടർബോയുടെ 23-ാം ദിവസമാണല്ലോ ഇന്ന്. പതിവുപോലെ സിനിമയുടെ കേരള ട്രാക്കിംഗ് റിപ്പോർട്ട് വേൾഡ് വൈഡ് കേരള എസ്റ്റിമേറ്റ് കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടി നായകനാക്കി മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വൈശാഖ് സംവിധാനം ചെയ്ത മെഗാ മാസ് ആക്ഷൻ എന്റർടൈനർ സിനിമ ടർബോ ഇന്ന് വെള്ളിയാഴ്ച അങ്ങനെ ആദ്യമായിട്ട് 10 ലക്ഷത്തിൽ താഴെ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കാനായിട്ട് ഒരുങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ വ്യാഴാഴ്ച ഇതേ സമയം 11 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 4 ലക്ഷത്തിൽ പരമാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇന്നലെ വ്യാഴാഴ്ച ബുധനാഴ്ചയേക്കാൾ കൂടുതൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് നേടിയെടുത്ത സിനിമ ഇന്ന് വെള്ളിയാഴ്ച കുത്തനെ നല്ല രീതിയിൽ കളക്ഷൻ കുറഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സിനിമയ്ക്കായിട്ട് ചാർട്ട് ചെയ്ത പല തിയേറ്ററുകളിൽ നിന്ന് സിനിമ പിൻവലിച്ചിരിക്കുകയാണ്. പുതിയ സിനിമകൾ എത്തിയത് തന്നെയാണ് കാരണം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ടർബോ ഒന്നാം സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെ വെടിക്കെട്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നുവെന്ന് വേണം ഇതിൽ നിന്ന് നാം മനസ്സിലാക്കാനായിട്ട്. നിലവിൽ 35 കോടിയിലേറെ കേരള ഗ്രോസും 71 കോടി 72 കോടി വേൾഡ് വൈഡ് ഗ്രോസും ടർബോ 23 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ഇക്ക തന്നെ പറഞ്ഞത് പ്രകാരം നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമ മമ്മൂട്ടി കമ്പനിയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ സിനിമയാണ്. ഇതിനു മുന്നത്തെ ചെലവേറിയ സിനിമയ്ക്ക് തന്നെ 32 കോടി ബഡ്ജറ്റ് ഉണ്ട് എന്നാണ് കണ്ണൂർ സ്ക്വാഡിന്റെ തിരക്കഥാകൃത്ത് കൂടിയായ റോണി പറഞ്ഞത്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വമ്പൻ ബഡ്ജറ്റ് എല്ലാം തന്നെ ടർബോ എന്ന സിനിമയ്ക്കുണ്ട് എന്നത് നിങ്ങൾക്കും അറിവുള്ളതാണല്ലോ. അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ കളക്ഷൻ എത്രത്തോളം മികച്ചു നിൽക്കുന്നു എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടും. ടർബോയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.